അനുമോൾ നന്നായിട്ട് കളിച്ചു, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അനുമോൾക്ക് പെശക് പറ്റുന്ന വെച്ചാൽ യൂസ് ചെയ്യുന്ന വാക്കുകളൊക്കെ ഉണ്ടല്ലോ, അത് അത് വേറെ മോശം മീനിങ് അല്ല അതിന്, എന്നാലും അങ്ങനെ ആരും അത് യൂസ് ചെയ്തില്ല. ആ വേർഡ് യൂസ്ലെസ് എന്നുള്ളതിലാണ് ആ മീനിങ് ശരിക്കും, അല്ല ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ മലയാളത്തിൽ അത് യൂസ് ചെയ്യാത്തൊരു വേർഡ്, നമ്മൾ അധികം നല്ല രീതിയിൽ അത് യൂസ് ചെയ്യത്തില്ലല്ലോ, അതുകൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ അതൊന്നും യൂസ് ചെയ്യാതൊക്കെ കുറച്ച് കൺട്രോളായിട്ട്, ദേഷ്യമൊക്കെ കൺട്രോൾ ചെയ്ത് കുറച്ച് ക്ഷമയോടെ കരയാതെ മുന്നോട്ട് നീങ്ങുവാണെങ്കിൽ നല്ലതാണ്. ജിസലിനെ കണ്ടുപിടിക്കണം, ഞാൻ ഇത് എപ്പോഴും പറയും, ജിസൽ ഭയങ്കര സ്ട്രോങ് ആണ്. ജിസലിന് ശരിക്കും പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയാൽ മോളെ, ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ട്, ഓക്കെ, കൾച്ചറൽ പ്രോബ്ലം ഉണ്ട്. പുള്ളിക്കാരി കേരളത്തിലല്ല നിൽക്കുന്നത്, ഔട്ട്സൈഡ് കേരളയിലെ ഒരാളാണ്. ഹിന്ദിയാണ് പുള്ളിക്കാരി കൂടുതലും സംസാരിക്കുന്ന ലാംഗ്വേജ്. അപ്പോൾ ആലോചിച്ച് നോക്കുക, അതൊക്കെ. പിന്നെ ഫുഡ്, മലയാളി ഫുഡ് ആയിട്ടൊന്നില്ല അവർ കഴിക്കുന്നുണ്ടാവാ വീട്ടില്, അവർ പഞ്ചാബി ഫുഡ് ആവാം, അവരോട് പെട്ടെന്ന് മലയാളി ഫുഡ് തന്നെ കഴിക്കണം, അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ലേ. അപ്പൊ അതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടാണ് വരുന്നത്. അപ്പൊ അത് നോക്കുമ്പം ഷീ ഈസ് ഡൂയിങ് വെരി വെൽ എന്ന് ജിസൽ സ്റ്റാർട്ടിങ് തൊട്ട് ജിസൽ കളിക്കുന്നുണ്ട്. ജിസലിന്റെ ഗെയിം ആയിരുന്നു ഇത്. ഇപ്പൊ ജിസലിന് ഇന്ന് മനസ്സിലായി ആ ഗെയിം ശരിയാവുന്നില്ല. ഷീ ഗോട്ട് എൻ ഐഡിയ. ജിസൽ നേരത്തെയും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി ഗെയിം മാറ്റും. ഇനി മേക്കപ്പിന്റെ പുറകെ ഒന്നുമില്ല, അത് പോവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും പോവുകയാണെങ്കിൽ അത് പ്രേക്ഷകർക്ക് ഇഷ്ടാവില്ല, പിന്നെ ലാലേട്ടനും ഇഷ്ടാവില്ല, ബിഗ് ബോസ് ടീമിനും ഇഷ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലേ ജിസലിന്റെ ആ എന്തോ മിസ്സായി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മിക്കവാറും അത് ഒന്നില്ലെങ്കിൽ ബിഗ് ബോസ് ടീം എടുത്ത് മാറ്റിയതായിരിക്കാനാണ് സാധ്യത. അടുത്ത അകത്തെ ടീമാണെങ്കിൽ അത് എന്തായാലും ലാലേട്ടൻ ഇപ്പൊ ലാലേട്ടൻ പറഞ്ഞപ്പോൾ ശരിയായല്ലോ, ബിഗ് ബോസ് ടീമാണ് എടുത്ത് മാറ്റിയത്, അത്രേ ഉള്ളൂ. അപ്പം അത് മനസ്സിലാക്കി, ഇപ്പൊ ജിസലിന് മനസ്സിലായി അത് ശരിയാവുന്നില്ല. ബിഗ് ബോസ് ടീം അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദേ ആർ നോട്ട് ലൈക്കിങ് ഇറ്റ്. അത് 100% ആണത്. അപ്പം പുള്ളിക്കാരി അത് ഗെയിമിന് മാറ്റും, പുള്ളിക്കാരി അത് കളിക്കില്ല. പിന്നെ പുള്ളിക്കാരി, ഞാൻ പറയട്ടെ, ആ വീട്ടില് ലാംഗ്വേജ് അറിയാതെയും കൾച്ചറലി ഡിഫറെന്റ് ആയിട്ടും എല്ലായിട്ടും പുള്ളിക്കാരിയെ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്തുകൊണ്ട്? ലുക്ക് മാത്രമൊന്നും ഞാൻ പറയത്തില്ല, ലുക്ക് അല്ല അവിടെ ഇമ്പോർട്ടൻറ്റ്. ലുക്ക് ഇപ്പൊ അനുമോൾക്കില്ലേ, എല്ലാ പെണ്ണുങ്ങളും കാണാൻ ബ്യൂട്ടിഫുൾ ആണ്, അതല്ല, പുള്ളിക്കാരിക്ക് നിൽക്കാൻ അറിയാം ആൾക്കാരോട്. ഇന്ന് അഭിലാഷ് എന്നിട്ട് നമ്മുടെ ജിസലിനോട് നമ്മുടെ മറ്റു പ്രശ്നത്തിന് നമുക്കൊരു ഇത് കണ്ടുപിടിക്കണം, നമുക്ക് അനുമോളോട് സംസാരിച്ച് സോൾവ് ചെയ്യാം എന്ന് പറഞ്ഞപ്പം ജിസൽ എഗ്രീഡ് അല്ലേ? അത് എഗ്രി ചെയ്തു. അനുമോൾ എന്തുകൊണ്ട് എഗ്രി ചെയ്തില്ല? അനുമോൾക്കും അവിടെ പ്രശ്നം പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഒരു അബദ്ധം പറ്റി കഴിഞ്ഞാൽ സോറി പറയാൻ സോൾവ് ചെയ്തോളാം. അത് അന്നേരം എന്തുകൊണ്ട് സോൾവ് ചെയ്തില്ല? ഞാൻ സോൾവ് ചെയ്യാമായിരുന്നല്ലോ. ജിസലിന്റെ ആ മനസ്സാണ് അവിടെ കാണിച്ചത്. ദാറ്റ് ഇസ് എ വെരി ഗുഡ്, എന്താണ്, ശരിക്കൊരു ഗ്രീൻ ഫ്ലാഗ് ആണത്, അങ്ങനത്തെ ഒരു മനസ്സുണ്ടാവാന്നുള്ളത്. അത് സംശയമില്ല കേട്ടോ, അത് ഞാൻ ഉറപ്പായിട്ട് പറയാം. ഇനി നിക്കൂലേ അത് വേറെ കാര്യം. ഇനി ജിസലിന്റെ ഗെയിം എങ്ങനെ പോകുന്നു എന്നുള്ള അനുസരിച്ചായിരിക്കും ആൾക്കാരുടെ ഓഡിയൻസിന്റെ